ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് പുകയുടെ കംപ്ലൈൻ്റ് ആണ്, സ്മോക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, ഇൻഡിക്കേറ്റർ ഒരു സൈഡ് വർക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡ്, ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്, അപ്പോൾ അത് മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സൈലൻസർ ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് നല്ല രീതിയിൽ പുകയുണ്ട്, അപ്പോൾ സൈലൻസറിനകത്ത് കയറ്റിയിട്ടുണ്ടാവും, അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് നമ്മൾ കിട്ടാം. നമുക്ക് ഇതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലൈൻറ്റിലേക്ക് മുമ്പേ ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ ഈ പെട്ടെന്നാണ് നമുക്കിപ്പോൾ ഈ പെട്ടെന്ന് കൂടുതൽ പുകയായിട്ട് കാണിച്ചത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും. ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലൈൻറ്റ് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഈ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലമാണ്. സിലിണ്ടർ പിസ്റ്റളിൽ വരുന്ന തേമാനമാണ് നമുക്ക് ആ ഓയിൽ ലെവൽ കുറയുന്നതിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഞാൻ ആ റെഡ് മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ചെറിയ ചെറിയ വര പോലെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ അടിയിലായാലും മുകളിലായാലും രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റണാണ് ശരിക്കും മെയിനായിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പുകയുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്താൽ അത് കൂടുതലായിട്ട് പുക കാണുന്നതിൻ്റെ ഒരു റീസൺ ഈ വാൽവ് കേടിനകത്ത് ഒടിഞ്ഞു പോയേക്കാണ്. ഇവിടെ വരുന്ന പീസാണ്, ഇതേപോലെ വാൽവ് അതിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അത് ഒടിഞ്ഞിട്ട് നേരിട്ട് ഹെഡിൽ വരുന്ന ഓയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫേസിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് അത്രയും പെട്ടെന്ന് കൂടുതൽ പുക. ഓൾറെഡി നമുക്ക് സിലിണ്ടർ കംപ്ലയിൻ്റ് ആണ്. സിലിണ്ടർ കംപ്ലൈൻ്റ് ആയിട്ട് എഞ്ചിൻ ഹീറ്റിങ്ങിലൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വാൽവ് ഗേഡിനൊക്കെ തേമാനം അബ്നോർമലായിരിക്കും, സാധാരണ രീതിയിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് വാൽവ് ഗേഡ് കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ പെട്ടെന്ന് ആ പുക വരാനുണ്ടായ റീസൺ വാൽവ് ഗേഡ് ഒടിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഇതേപോലെ സെറ്റായിട്ട് മാറണം. ഇത് കിറ്റായിട്ടാണ് വരാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3500 3600 അടുത്ത് അതിന് റേറ്റ് വരും. പിന്നെ വാൽവ് 2 മാറ്റണം, തേമാനമുള്ള വാൽവാണ്. 2 വാൽവ് മാറ്റണം, 2 വാൽവിൻ്റെ ഗൈഡും മാറ്റിയിടണം. ഈ 2 ഗൈഡുകൾ മാറ്റണം. ഇത് ഓൾറെഡി ഒടിഞ്ഞു പോയിട്ട് മാറ്റാണ്ടില്ല, ഇതിനും തേമാനമുണ്ട്. അപ്പോൾ അതും നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിടണം. കാരണം ഈ ചെറിയ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണമായിട്ട് ചെയ്യേണ്ട, 2 കൂടിയിട്ട് മാറ്റിയിടാം. റോക്ക് റാം സെറ്റിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നിലവിൽ അതിൻ്റെ കേസ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, വേറെ പ്രോബ്ലം ഇല്ല. റോക്ക് റാമിൻ്റെ ഈ ഭാഗത്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ റോക്ക് റാമിൻ്റെ ഇവിടെ ഒരു ഒരച്ചിൽ കാണുന്നുണ്ടോ റോളറുമ്പോൾ തന്നെ, നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിനകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ചലമ്പിച്ച് കാണിക്കുന്നുണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്തൊരു തേമാനമാണ് ഈ കാണുന്നത്. ഞാനൊന്ന് പോളിഷ് ചെയ്ത് നോക്കാം. കാരണം ഇത് ആ സ്ക്രാച്ചുള്ള റോക്ക് റാം വന്നതാണത് ഇതുമയാണ്. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്തിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ശരി പോളിഷ് ചെയ്തിട്ട് കുഴപ്പമില്ല, നമുക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെയറിങ് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. നേരെ മറിച്ച് അത് പോളിഷ് ചെയ്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റ് വഴി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാരണം യൂണിക്കോണിന് ശരിക്കും കംപ്ലൈൻറ്റ് വരാൻ ഹെഡിൻ്റെ ഈ ഭാഗത്തെ പ്രശ്നം വരും. റോക്ക് റാം, ക്യാം ഷാഫ്റ്റ്, പുകയുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ അത് കറക്റ്റ് നമ്മൾ 30,000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡീകാർബണൈസിങ്ങൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ആ കംപ്ലയിൻറ്റും നമുക്ക് ഒഴിവാക്കാവുന്നുള്ളൂ. കറക്റ്റ് ടൈമിൽ ചെയ്യില്ല, അങ്ങനെ വരുമ്പോൾ വന്ന മിസ്റ്റേക്കുകളാണത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചിലമ്പൽ സൗണ്ട് തന്നെ ഉണ്ട്. അത് നമുക്ക് ഈ ക്യാം ചെയിനൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ കൂട്ടത്തിലൂടെ നമ്മൾ അതും കൂടി അഴിച്ച് മാറുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ശരിക്കും 89,000 അതായത് 90,000 കിലോമീറ്ററോളം മീറ്ററിൽ നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഓടിയതായിട്ട്. പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ കാർബറേറ്ററൊക്കെ അഴിച്ച് കൂട്ടത്തിലൂടെ ക്ലീൻ ചെയ്ത് വിടും. കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ വലിയ പഴക്കമില്ല, പക്ഷേ നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റുന്ന സമയത്ത് പുതിയത് ഇടണമാണ് നല്ലത്. കാരണം ഞാൻ അവിടെ നിന്ന് അങ്ങടേക്കാണ് നമുക്ക് അതിൻ്റെ കൗണ്ടിങ് വരാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുള്ള വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് നല്ല രീതിയിൽ അടിയുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ സ്പോക്കറ്റ് പിടിക്കാത്തൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട് തന്നെ. അത് ആ ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻ്റാണ്. അത് നമ്മൾ ടൈറ്റ് ചെയ്തതുകൊണ്ട് ആ സൗണ്ട് മാറില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത്രയും ലൂസാണ് കാണിക്കുക. നമ്മൾ ടൈറ്റ് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി കട്ട് ചെയ്തിടാമെന്ന് വെച്ചാലും സൗണ്ടായിരിക്കും. അപ്പോൾ നിലവിൽ ഇതുണ്ടോ ഇവിടെ ഒന്നും പിടിക്കുന്നില്ല. കമ്പനി ചെയിൻ കിറ്റല്ല കിടക്കുക, ഡ്യൂപ്ലിക്കേറ്റാണ്. ഒന്നുമല്ല നമുക്കത് അഴിച്ച് ചെയിൻ സ്പോക്കറ്റ് അടക്കം മാറ്റിയിടാം. അപ്പോൾ പിന്നെ ആ പ്രോബ്ലം അവിടെ ശാശ്വതമായിട്ടാണ് പരിഹാരം. കറക്റ്റായിട്ട് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്തിടാണെങ്കിൽ ആ പ്രോബ്ലം അങ്ങോട്ട് തീർന്നു പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതും എത്ര വലിക്കാൻ കിട്ടുമോ മാക്സിമം വലിച്ചിട്ട് ആ രീതിയിൽ തന്നെ നിലനിർത്താം. അപ്പോൾ ചെയിൻ്റെ സൗണ്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കും, ഇടയ്ക്ക് വീണ്ടും ലൂസായിട്ട് ചെയിൻ അടിക്കും കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ, പിന്നെ അതൊക്കെ വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര നമുക്ക് ചിലവ് വരും നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് ഞാൻ ചെയിൻ സ്പോക്കറ്റും കൂടി പെടുത്തണമുണ്ട്. ചെയിൻ സ്പോക്കറ്റ് പുതിയത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയണേ.
നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ സെൽഫൊന്നും വർക്കിംഗ് അല്ല. സെൽഫ് മോട്ടറിക്ക് മുമ്പ് എന്തോ കംപ്ലയിൻറ്റ് നമ്മൾ പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സെൽഫ് വർക്കിംഗ് അല്ല നിലവിൽ കേട്ടോ. ബാറ്ററിയുടെ കണ്ടീഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല. അപ്പോൾ സെൽഫിൻ്റെ കേസ് ഒന്നും ഉൾപ്പെടുത്തണില്ല. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കൂടി അടക്കം, അതായത് ചെയിൻ സ്പോക്കറ്റ്, സിലിണ്ടർ കിറ്റ്, അതിനോടനുബന്ധിച്ച് വരുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഇൻഡിക്കേറ്റർ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് ചെയ്യുള്ളൂ കേട്ടോ. പാർട്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് വണ്ടിക്ക് ഒരല്പം താമസം വന്നേക്കാം. ഓക്കെ.